10ാം ക്ലാസ്സിൽ തോറ്റു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 10ാം ക്ലാസ്സിൽ എനിക്ക് അന്ന് 93 മാർക്സ് ആയിരുന്നു ഔട്ട് ഓഫ് 600. വീട്ടിലെ സാഹചര്യം അച്ഛനും അമ്മയും കൂലിപ്പണിയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഈ കല്ലും മണ്ണൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന പണിക്കൊക്കെ പോയിട്ട് നമ്മൾ നോക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ അലതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു മലയാളി പരിചയപ്പെട്ടാണ്. പുള്ളി എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കൂടിയിട്ട് ഒരു 3 വർഷം കൊണ്ട് ഒരു മികച്ചൊരു മേക്കറായി. ഇപ്പോഴും എൻ്റെ ഫോണിൽ എൻ്റെ ദൈവം എന്ന് സേവ് ചെയ്ത് വെച്ച നമ്പറിലൊന്ന് അദ്ദേഹത്തിൻ്റെ നമ്പറാണ്. അപ്പം എന്ന് വെച്ചാൽ വടുകാരെ കൊന്നിട്ട് പുറത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. ചോറും കറിയും വെച്ച് ഇങ്ങനെ ചട്ടിയും കലം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് പെറുക്കിയിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഒന്നും തൂക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിസിനസ്സുകാരനായ മുതലാളിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവനെ വെച്ച് കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. ഞാൻ കാർ പാർക്കിങ്ങിൽ പോയി നിന്നപ്പം വൈകുന്നേരത്തെ ഇദ്ദേഹം സർജറീസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ടു. സാർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാറേ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ശ്രദ്ധ ഇല്ലാതെ ഒരു ഉൽപ്പന്നങ്ങളും ആശുപത്രികളിലേക്ക് കയറി വരരുത്. 2-3 ദിവസമായപ്പോഴേക്ക് എനിക്കിങ്ങനെ കോളുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അറിയാതെ എനിക്കൊരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കോടികളുടെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടെ ഒരുക്കിക്കൊണ്ടാണ് എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. KV സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഉടമ മിസ്റ്റർ KV സജീഷാണ് ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോഴാണൊന്ന് കാണാൻ പറ്റുന്നത് അല്ലേ? ഇപ്പോൾ സജീഷിൻ്റെ വിജയം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ 93 മാർക്ക് വാങ്ങി വിജയിച്ച ഒരാളാണ്. ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ്. ആ യാത്ര അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത് എങ്ങനെയായിരുന്നു ആ വിജയത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്? ഞാൻ ബേസിക്കലി ബിസിനസ്സുകാരനൊന്നുമല്ല. ഞാനൊരു ആക്സിഡൻ്റൽ എൻ്റർപ്രണറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച് 10ാം ക്ലാസ്സിൽ തോക്കുകയുണ്ടായത്. 10ാം ക്ലാസ്സിൽ തോറ്റു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 10ാം ക്ലാസ്സിൽ എനിക്ക് അന്ന് 93 മാർക്സ് ആയിരുന്നു ഔട്ട് ഓഫ് 600. ഇംഗ്ലീഷിൽ 2 മാർക്കായിരുന്നു. അപ്പോൾ രണ്ട് മാർക്ക് കിട്ടിയത്, ഇംഗ്ലീഷിൽ 2 മാർക്ക് കിട്ടിയത് എനിക്ക് 2 ഉത്തരം ശരിയായതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഈ പരീക്ഷാ ഹാളിലൊക്കെ പരീക്ഷ എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആൻസർ പേപ്പറിൽ പേര്, ഡിവിഷൻ, മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ആൻസർ എഴുതുക. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാണ്ടാവില്ല ഉത്തരം. അപ്പോൾ ഈ ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ നമ്മുടെ അവിടുത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ടീച്ചറെ കൈ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ചളിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ പകർത്തി എഴുതും ആൻസർ പേപ്പറിൽ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഫില്ലായ മാതിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് ടീച്ചർ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ അതിൽ നോക്കി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ ടീച്ചർ അതിൽ കണ്ടെത്തിയ ഒരു ശരി എന്തായിരുന്നു അറിയും, ഞാൻ പകർത്തി എഴുതിയതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടീച്ചർ എനിക്ക് 2 മാർക്ക് തന്നാണ്. അങ്ങനെ ഗംഭീരമായിട്ട് തോറ്റപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം പഠിച്ചിട്ട് എവിടെയും എത്തില്ല എന്നുള്ളത്. അങ്ങനെ എന്നെ അട്ടിവിട്ടാണ് 16ാമത്തെ വയസ്സിൽ. അപ്പോൾ വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടിലെ സാഹചര്യം അച്ഛനും അമ്മയും കൂലിപ്പണിയാണ്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഒറ്റപ്പാലത്ത് ഗണപതിപ്പാറ ചേറമ്പറ്റക്കാവ് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ച് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയും കേട്ടോ. കാരണം അതുമായിട്ട് ഞാൻ ഇഴുകിച്ചേർന്ന് നടക്കുന്ന ഒരാളാണ്. അവിടെ ഈ ഗണപതിപ്പാറ പ്രദേശത്ത് ഒരു 110ഓളം വീടുകളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഈ 110 വീടുകളിലും വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിട്ടുള്ള അന്നന്ന് കിട്ടിയോണ്ട് അന്നന്ന് കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ 110 വീടുകളിലൊരു വീടായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഈ കല്ലും മണ്ണൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന പണിക്കൊക്കെ പോയിട്ട് നമ്മൾ നോക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു മകനാണ് 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്ക് വാങ്ങി പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞ് എന്താ അവരുടെ തീരുമാനം എങ്ങനെയായിരുന്നു? പിന്നീട് എന്താ ചെയ്തത്? അവർ എന്തായാലും ഇപ്പോൾ പഠിച്ച എവിടെ എത്തില്ല എന്നുള്ള മനസ്സിലാക്കുമ്പോൾ അന്നൊക്കെ ഈ നാട്ടിൻപുറത്തുനിന്നൊക്കെ ഈ എന്നെമാതിരി പഠിക്കാനൊക്കെ മോശമായ ആളുകളെയൊക്കെ എന്തെങ്കിലും പണി പഠിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞയക്കും. അപ്പോൾ ഏതെങ്കിലും പട്ടണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ അങ്ങനെയുള്ള സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അങ്ങനെ ഞാൻ പോയിപ്പെട്ടത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഞാൻ പോയി അങ്ങനെ പോയി അവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ അലതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു മലയാളി പരിചയപ്പെട്ടാണ്. പുള്ളി എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം എന്ന് പറഞ്ഞു. ഞാൻ ചെറിയ പയ്യനല്ലേ, 16 വയസ്സിലായിട്ടുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ നേലം കീഴൊക്കെ നോക്കി എന്നെ മുതത്ത് തട്ടിയിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ കോറമംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിക്ക് ഈ സർജറി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ എൻ്റെ ആരോഗ്യസ്ഥിതിയും എൻ്റെ വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് വാഷ് ചെയ്യുക, പാക്ക് ചെയ്യുക, എന്ത് വാഷ് ചെയ്യണം? ഈ സർജറി ഇൻസ്ട്രുമെന്റ്സുകൾ, ഉണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ്സുകളെ ഒരു ഫൈനൽ പ്രോസസ്സിംഗ് ഉണ്ട്, വാഷിങ്ങും പാക്കിങ്ങും അതുപോലുള്ള പരിപാടികളൊക്കെ, അതൊക്കെ ചെയ്യാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര താല്പര്യത്തോടെ ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം ഞാൻ ഈ പ്രൊഡക്ഷനിൽ പോയി ശ്രദ്ധിച്ച് നിൽക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാനുള്ള ഒരു കൗതുകം. അങ്ങനെ ഞാൻ വളരെ താല്പര്യത്തോടെ കൗതുകത്തോടെ പോയി നോക്കി നിൽക്കുന്നത് എൻ്റെ ഓണർ കാണുന്നുണ്ടായി. അപ്പോൾ എൻ്റെ താല്പര്യം കണ്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നീ ഈ പ്രൊഡക്ഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ കൂടെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എത്തിയതാണ്. അങ്ങനെ ഞാൻ അവരെ കൂടെ കൂടിയിട്ട് ഒരു 3 വർഷം കൊണ്ട് ഒരു മികച്ച ഒരു മേക്കറായി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ഒരു മേക്കിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ അതൊക്കെ അതിന് അപ്പോൾ ഇത്രയും ചെറിയൊരു പ്രായമല്ലേ, അപ്പോൾ അത് ഗൗരവകരമായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആ ടൈമിൽ അതൊക്കെ എങ്ങനെയാണ് കണ്ടറിഞ്ഞ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സീരിയസ്നെസ് ഉണ്ടായത്? അത് ഇത്ര ഗൗരവമുള്ള കാര്യം അന്നറിയില്ല, പിന്നീട് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഇപ്പോൾ മെയിൻലി ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂറോൺ കാർഡിയാക്കാണ്. ഹാർട്ടിനും ബ്രെയിനും സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന സർജറി ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അന്നും നമുക്കറിഞ്ഞായിരുന്നില്ല, ഇപ്പോഴാണ് അറിഞ്ഞു വന്നത്. അന്നെന്താ വെച്ചാൽ ഒരു കുട്ടിത്താണല്ലോ, ആ കുട്ടി ഇതുപോലുള്ള സംഗതി ഇതുവരെ നമ്മൾ കാണാത്ത പല ഉൽപ്പന്നങ്ങളാണ്, പ്രൊഡക്ട്സുകൾ. അത് കാണുമ്പോൾ ഒരു കൗതുകം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞായിരുന്നില്ല. എത്ര വർഷം ജോലി ചെയ്തു കമ്പനി? അവിടെ ഞാൻ 6 വർഷം ജോലി ചെയ്തു. 6 വർഷത്തിനിടയിൽ എന്തായി തീർന്നു ആ കമ്പനിയിൽ നിങ്ങൾ? 6 വർഷത്തിനിടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി ഇൻസ്ട്രുമെൻസുകളൊക്കെ അതിൻ്റെ തലതൊട്ടപ്പം എന്ന് പറയുന്നത് ജർമ്മൻ കമ്പനികളാണ്. ജർമ്മൻ കമ്പനികളാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നതൊക്കെ. നമ്മൾ അതിനെയൊക്കെ കോപ്പി അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എറണാകുളം ലിസി ആശുപത്രിയിലെ ഒരു ഫേമസ് കാർഡിയക് സർജൻ ഉണ്ട്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. ഇപ്പോൾ അടുത്തിടെ പത്മഭൂഷൺ പുരസ്കാരമൊക്കെ ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, എന്നെ ഞാനാക്കിയ എൻ്റെ ഡോക്ടർ എന്നൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ പറയുക. ഇപ്പോഴും എൻ്റെ ഫോണിൽ എൻ്റെ ദൈവം എന്ന് സേവ് ചെയ്ത് വെച്ച നമ്പറിലൊന്ന് അദ്ദേഹത്തിൻ്റെ നമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാലോ, അദ്ദേഹം ഒരു ഈ കോമൺ കേസസ് ചെയ്യുന്ന ആളല്ല, പല കോംപ്ലിക്കേറ്റഡ് ആയ സർജറികളും ചെയ്യുന്ന ആളാണല്ലോ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള അതുപോലുള്ള സങ്കീർണമായ സർജറികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ റെഡിമെയ്ഡ് ഇൻസ്ട്രുമെൻസുകൾ, ഈ ജർമ്മൻ കമ്പനികൾ ഉണ്ടാക്കുന്ന കോമൺ സർജറികൾക്ക് ഉപയോഗിക്കുന്ന റെഡിമെയ്ഡ് ഇൻസ്ട്രുമെൻസുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ പല പോരായ്മകളും പറയും. അപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ജർമ്മൻ കമ്പനീസ് ഒരു മോഡൽ ചേഞ്ച് ചെയ്യാനും തയ്യാറാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ചെയ്യിക്കാം എന്നുള്ളത് അന്വേഷിച്ച് എത്തിയത് ഞാൻ മുമ്പ് ജോലി ചെയ്തായിരുന്ന ബാംഗ്ലൂരിലെ കമ്പനിയിലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്? ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ കമ്പനിയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുക കമ്പനിയിലെ ഏറ്റവും മിടുക്കനായ ഒരാളെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുക. അങ്ങനെ അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മിടുക്കനാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരുന്നോ? അല്ല, വീട്ടിലെ കാര്യങ്ങൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജനിച്ചു വളർന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് എനിക്ക് എൻ്റെ താഴെ ഒരു പെൺകുട്ടിയാണ്, പെങ്ങളും കൂടെ ഉണ്ട്. ഞങ്ങൾ 2 മക്കളാണ്. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കടമൊക്കെ വാങ്ങേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് അച്ഛൻ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അതിന് കടം വീട്ടാൻ നടക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ആയി. അച്ഛന് ഒരു ബൈക്കിൽ ആക്സിഡൻ്റ് ആയിട്ട് അച്ഛനൊത്തിരി പരിക്കൊക്കെ വന്ന് സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്ന്, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി നമ്മളത് അഴിച്ചു കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ വണ്ടി വീണ്ടും ആക്സിഡൻ്റ് ആയി. നമ്മൾ കുരുമക്കുരു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അച്ഛൻ 2 വർഷം എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ട് സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ട് ഒരുപാട് പൈസ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ കടം കൊണ്ട് വീണ്ടും കടമൊക്കെ ആയിട്ട് പാടുപെടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇടപാടുകാരൊക്കെ 2 വർഷമായിട്ടൊക്കെ കുറേയൊക്കെ അവരിങ്ങനെ പറഞ്ഞു നിർത്താനൊക്കെ പറ്റി. പക്ഷേ സജീഷിന്റെ ശമ്പളം കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാനുള്ളൊരു എനിക്ക് കിട്ടുന്നത് കഷ്ടി അവിടെ എൻ്റെ ചിലവുകൾക്ക് തന്നെ കാര്യമായ വീട്ടിലേക്കൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ തരത്തിൽ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തരത്തിൽ ഞാൻ ആയിട്ടില്ല. അന്ന് ചെറിയൊരു വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പം എന്ന് വെച്ചാൽ ഇടപാടുകാരൊക്കെ വന്നിട്ട് ഉമ്മറത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എടാ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ എന്താ വെച്ചാൽ അതിന് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇരിക്കണ വീടും സ്ഥലമൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കണ വീടും സ്ഥലമൊക്കെ വിറ്റ് അവസാനം ചോറും കറിയും വെച്ചിരിക്കുന്ന ചട്ടിയും കലം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് പെറുക്കിയിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്.
അവിടെ ഇരിക്കുന്ന സമയത്താണ്, ആ വാടക വീട്ടിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് പെരിയപ്പുറം സാറിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കമ്പനി എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട സംഗതികൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ലൈവ് സർജറിക്ക് എന്നെ കൂടെ കയറ്റി. ഞാൻ ആദ്യമായിട്ടൊരു ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് ഒരു വലിയൊരു സർജറി ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അന്ന് എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായത്. അങ്ങനെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ചില ഉപകരണങ്ങളൊക്കെ, ഇതിൻ്റെ കർവേച്ചർ കൂട്ടാൻ പറ്റുമോ, അപ്ഡൗൺ ആക്കാൻ പറ്റുമോ, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് ഞാനത് കമ്പനിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കമ്പനിയുടെ കയ്യിൽ കൊടുത്തു വിട്ട് അങ്ങനെ അത് ഡോക്ടർ അങ്ങനെ ഒരു സർജറി വന്ന സമയത്ത് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അത് എന്തോ വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ സാധനമായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് പല കോൺഫറൻസുകളിലൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് പറയുകയുണ്ടായി. അപ്പോൾ കമ്പനിക്ക് അതിനാവശ്യം അറിയിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകളും വിളിച്ച് എൻ്റെ കൺമുമ്പിൽ കമ്പനി പെട്ടെന്ന് വളർന്നു. പക്ഷെ നമ്മളുടെ എഫേർട്ട്, നമ്മുടെ ഐഡിയ അതൊക്കെ ഉപയോഗിച്ചാണ് ആ തരത്തിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ ആയതുകൊണ്ട് ഞാനും ഒന്ന് അഭിനന്ദിക്കപ്പെടും എന്നുള്ളതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ജസ്റ്റ് ഒരു മുതുകത്ത് തട്ടലെങ്കിലും ഒരു പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ അങ്ങനെ ഒരു സമയത്ത് സജീഷിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ 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 ഞാൻ അവിടെ കമ്പനിയിൽ നിന്ന് റൂമിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ കുറുകെ ഒരു നായ വന്ന് ചാടുകയുണ്ടായി. അങ്ങനെ എനിക്ക് കാര്യമായ പരിക്കുകൾ, കൈക്കൊക്കെ നല്ല പരിക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. കമ്പനിയുടെ മുതലാളി തന്നെയാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ മുതലാളി എന്നെ സർജറി ചെയ്ത ഡോക്ടറുമായിട്ട് സംസാരിച്ചു. എൻ്റെ എത്രത്തോളം പരിക്കുണ്ടെന്നതിനെ കുറിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഒന്നും തൂക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിസിനസ്സുകാരനായ മുതലാളിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവനെ വെച്ച് കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്നെ തഴഞ്ഞതാണ്. അപ്പോൾ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള സമയത്ത് വാടകയ്ക്കാണ് ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ ഹെൽപ്പ് വേണമെന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെരിയപ്പുറം സാറിൻ്റെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധാരണയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് എനിക്ക് ആക്സിഡൻ്റായി. പിന്നെ എന്നെ വെച്ച് കാര്യമായിട്ടൊരു നേട്ടമില്ലാന്ന് മനസ്സിലായി നോക്കുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കിയതാണ്. അപ്പോൾ പുള്ളിയുടെ വായെന്ന് കേൾക്കാനുള്ളൊരു ത്രാണിക്കില്ല, നമുക്കത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ കേൾക്കാനുള്ള ത്രാണിയില്ല. അപ്പോൾ പുള്ളിയുടെ വായെന്ന് കേൾക്കണതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങിപ്പോയി ചെയ്തു. അപ്പോഴും ചെറിയ പ്രായം തന്നെ അല്ലായിരുന്നു, 6 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് 21 വയസ്സ് ഓക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ തിരിച്ചിറങ്ങിപ്പോന്ന് ഞങ്ങളിങ്ങനെ അന്ന് വാടക വീട്ടിലാണല്ലോ. വാടക വീട്ടിൽ ഞങ്ങളിങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ മുഖത്തോട് നോക്കി കണ്ണിൽ വെള്ളം നിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ആകെ അറിയുന്നത് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതെങ്ങനെയാണ് വിൽക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. അപ്പോൾ ഞാനാണെന്ന് 10ാം ക്ലാസ്സിൽ 93 മാർക്ക് വാങ്ങിയ ആൾ. അപ്പോൾ നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല എന്നുള്ളത് നേരത്തെ അറിയാം. പക്ഷെ നമുക്ക് വേറെ പണിയൊന്നും അറിയില്ലല്ലോ. എനിക്കെന്താ വെച്ചാൽ എനിക്ക് എൻ്റെ പട്ടിണി എടുക്കാൻ എൻ്റെ കുടുംബം നോക്കണം. ഇല്ല, വേറെ പണികളെ കുറിച്ച് എനിക്ക് അറിയില്ല. അറിയുന്ന പണി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചത്. അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഈ മേഖലയിൽ എനിക്ക് പരിചയമുള്ളത് പെരിയപ്പുറം സാറെയാണ്. പരിചയം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പരിചയമൊന്നുമില്ല. ആ തിയേറ്ററിനകത്ത് ഒന്ന് കൂടെ നിർത്തിയ സമയത്ത് എൻ്റെ മുഖം കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമാണ് എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ ശരി അദ്ദേഹത്തോടൊന്ന് പോയിട്ട് കാര്യം നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എറണാകുളത്തോട്ട് വന്നതാണ്. എറണാകുളത്ത് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ഉണ്ടാക്കലുകാരനാണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവർ പറഞ്ഞു ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരു കമ്പനിക്കാരനാണെന്നുള്ളതൊരു മനസ്സിലായി അവർക്ക്. ഒരു കമ്പനിക്കാരൻ ഡോക്ടറെ ഒന്ന് കാണുന്നത് വെച്ചാൽ ഒരുപാട് ഫോർമാലിറ്റീസ്. അദ്ദേഹം വെച്ചാൽ ഒത്തിരി തിരക്കുകളുള്ള സർജനും കൂടെയാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലാണെന്ന് വെച്ചാൽ വിസിറ്റിംഗ് കാർഡ് പോലും ഇല്ല. അപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലൊരു സാഹചര്യമായി. 2-3 ദിവസമൊക്കെ ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായാലും അകത്തുനിന്ന് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി നോക്കുമ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോരാം. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, നമുക്ക് പുറത്തുനിന്ന് എങ്ങനെ കാണാൻ പറ്റുമോ, അകത്തുനിന്നല്ലേ കാണാൻ പറ്റാത്തത്. അങ്ങനെ ഞാൻ കാർ പാർക്കിംഗ് പോയി നിന്ന്. കാർ പാർക്കിംഗ് പോയി നിന്നപ്പോൾ വൈകുന്നേരത്തെ ഇദ്ദേഹം സർജറീസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ ആൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ ജെന്യൂനായിട്ട് പറഞ്ഞു. കാരണം 2-3 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങളോട് പാടുപെടുകയാണ്. ഇനിയിപ്പോൾ പിന്നൊരു ദിവസം കൂടെ അവിടെ നിന്ന് പോകാനുള്ള കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ തിരിച്ച് പെട്ടെന്ന് അടുത്ത രാത്രിത്തെ വണ്ടിക്ക് തന്നെ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ പാടെ ഞാൻ കരഞ്ഞു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു
സാർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാറേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു ഞാൻ. അപ്പോൾ ആളെന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുഖത്ത് തട്ടിയിട്ട് എന്നോട് പറയുണ്ടായത്, ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസുകൾ മറ്റൊരു ബ്രാൻഡ് നെയിമിൽ ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ വെരി ഹാപ്പിയാണ്. ഇനി നീ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക. അത് നിനക്ക് ചെറിയ രീതിയിൽ നിനക്ക് തുടങ്ങാൻ നിനക്ക് എന്താണോ ആവശ്യം അത് നീ എന്നോട് വന്ന് പറഞ്ഞോ, അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ പറഞ്ഞയച്ച്. എന്നിട്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കുറിച്ചിട്ട് കടലാസിൽ കുറിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് അതിനുള്ള തുകയൊക്കെ എനിക്ക് തന്നു ആള്. ആ തുക തരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഉപദേശങ്ങളും തന്നു. സജീഷ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം പറഞ്ഞതിനടുത്ത്, സജീഷ് പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കരുത് സജീഷ്. സാധാരണ നമ്മൾ പിന്നെ പൈസയ്ക്കല്ലാണ്ട് എന്തിനാ വേണ്ടി പണിയെടുക്കുക നമ്മൾ ആലോചിക്കില്ലേ നമ്മൾ. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കൂടെ വരും. പിന്നെ നീ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാവണം. എന്നുവെച്ചാൽ ആശുപത്രി കിടക്കയിലും മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് പെടാപ്പാട് പെടുന്നത്. ആ ഗ്രൂപ്പിലൊരു അംഗം കൂടെയാണ് നീ. ആ ഒരു ബോധത്തോടെ വേണം. എന്നുവെച്ചാൽ അതിൻ്റെ നിലവാരത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യരുത്. ഒരു കാരണവശാലും നീ എത്ര ഉയരത്തെത്തിക്കഴിഞ്ഞാലും നിൻ്റെ ശ്രദ്ധ ഇല്ലാതെ ഒരു ഉൽപ്പന്നങ്ങളും ആശുപത്രികളിലേക്ക് കയറി വരരുത്. അപ്പോൾ അതിൽ നീ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്താൽ തന്നെ നീ രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ സജീഷ് എങ്ങനെയാ അത് ആ പൈസ യൂസ് ചെയ്ത് സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ്? സംരംഭം അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 2 മെഷീനും കുറച്ച് റോ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ഈ പറയുന്ന എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ ചെറിയൊരു ഷായ്പ് ഉണ്ടാക്കിയിട്ട് 2 ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് അതിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം തന്ന ഓർഡറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ എനിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞാൽ വിശ്വസിക്കുന്ന, അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്നതായിട്ടുള്ള ഫ്രണ്ട്സ് ഡോക്ടേഴ്സിലേക്ക് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. 2-3 ദിവസമായപ്പോഴേക്കും എനിക്കിങ്ങനെ കോളുകൾ വന്നു തുടങ്ങി. ഞാൻ ഡോക്ടർ ജോഷാക്കോ പ്രിയവർ പറഞ്ഞ് വിളിക്കുകയാണ്, ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്, ഞങ്ങൾക്ക് ഇന്ന സംഗതികളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു തുടങ്ങി. അപ്പം ഞാൻ അറിയാതെ എനിക്കൊരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടായി. അപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി, ഇത് നമുക്ക് പറ്റിയ പരിപാടി തന്നെയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് പടിപടിയായിട്ട് നമ്മൾ കമ്പനീനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും ഓർഡറുകൾ വന്നപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ചെയ്തു? ഒറ്റയ്ക്കല്ല ഉണ്ടായിരുന്നത്? അതിൽ നമ്മളിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സർജറി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു പരമ്പരാഗത രീതിയിലാണ്. ഈ പരമ്പരാഗതത്തിനാണ് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ആയതുകൊണ്ടാണ് പരമ്പരാഗതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഇത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വേർഡാണല്ലോ പരമ്പരാഗതം എന്ന് പറയുന്നത്. പരമ്പരാഗതത്തിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും മികച്ചതാവാൻ പരമ്പരാഗതത്തിന് പറ്റുന്നില്ല. ഇപ്പോൾ സായിപ്പാണ് ഇതിൻ്റെ തലതൊട്ടപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സായിപ്പ് ഇത് പരമ്പരാഗത രീതിയിലല്ല ഉണ്ടാക്കുന്നത്. സായിപ്പ് ഇത് ഉണ്ടാക്കുന്നതെല്ലാം ടെക്നോളജികൾ ഉപയോഗിച്ചാണ്. ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സായിപ്പിന് കേരളത്തിൽ സപ്ലൈ ചെയ്യാനും അമേരിക്കയിൽ സപ്ലൈ ചെയ്യാനും ജർമ്മനിയിൽ സപ്ലൈ ചെയ്യാനും പറ്റുന്നത്. ഈ കേരളത്തിൽ ഈ പരമ്പരാഗതം കുറേ കാലമായിട്ട് ഉണ്ടായിട്ട് പോലും ഇത് ഒരു വൈഡ് ഏരിയയിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാനോ ഏറ്റവും മികച്ചതായി തീരാനോ പറ്റിയിട്ടില്ല. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരമ്പരാഗതം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിക്കും നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ പരമ്പരാഗത കൂടെ ഒരാളാണല്ലോ, ആയതുകൊണ്ട് എനിക്ക് വ്യത്യാസം നന്നായിട്ട് അറിയാം. അത് ജീവനുള്ള കുതിരയും പേപ്പറിലെ കുതിരയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഉണ്ടായിരിക്കും. കണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഊഹിക്കാമല്ലോ. പേപ്പറിലെ ചിത്രം മാത്രം, മറ്റേത് ജീവനുമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പരമ്പരാഗതത്തിൻ്റെയും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. കാണാൻ ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ വർക്കുകൾ നമുക്ക് ഡോക്ടർ പെരിയപുറം സാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ എന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ അദ്ദേഹത്തിനൊരു മോശം വരാത്ത തരത്തിൽ അതിനെ നിലവാരത്തിലൊട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലായിടത്തേക്കും ഒരേപോലെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നോളജികൾ ആശ്രയിച്ചു. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർജറി ഇൻസ്ട്രുമെന്റ്സുകൾ സഹായിക്കാൻ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ മുമ്പ് ജോലി ചെയ്തായിരുന്ന സ്ഥലത്തെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ വന്നു. പിന്നെ ഞാൻ കൂടുതൽ ആളുകളെ ഞാൻ ട്രെയിൻ ചെയ്യിച്ചു. പുതിയ ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചെടുത്തിട്ടൊക്കെ നമുക്ക് വരുന്ന ഓർഡറുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരുക്കി ഞാൻ. അപ്പോൾ ഈ ചായപ്പിനകത്ത് നിന്ന് കുറച്ച് മാറി ചായപ്പിനകത്ത് നിന്ന് നമ്മൾ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതിലാണ് നമ്മൾ ആ കാലത്ത് കിട്ടാവുന്ന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ഈ കുറച്ച് അത്യാവശ്യം പൈസ കയ്യിൽ വന്ന ഒരു സമയത്ത് ഡോക്ടറെ പോയി പിന്നെ കാണുകയും അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ വന്ന് കാണാനുള്ള ഒരു പെർമിഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു.
മുൻകൂട്ടി ഒരു അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഇന്ന് വരെ അതിനാരും തടസ്സം നിന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ഒരു നിർണായക ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ചില സിറ്റുവേഷൻസ് ബിസിനസ്സിലും വരാറ് പതിവുണ്ടല്ലോ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യലാണ്, പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി ഉള്ളവനായിരിക്കണമല്ലോ ഒരു ബിസിനസ്സുകാരൻ. അപ്പോൾ അതുപോലുള്ള നിർണായക ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആദ്യം പോയി കാണാൻ അദ്ദേഹത്തെയാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഘട്ടം വരുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഉപദേശിക്കും. എൻ്റെ ഒരു മെൻറ്റർ കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പം ബേസിക്കലി ഒരു ബിസിനസ്സുകാരനല്ല, അപ്പം എന്തെങ്കിലുമൊക്കെ തളർച്ചകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പ്രതിസന്ധികളൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? എന്താണ് അന്നേരം പ്രയോഗിച്ചൊരു ടെക്നിക്ക്? അദ്ദേഹം തന്നെ പറഞ്ഞ ചില, ഞാൻ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എടുത്തെടുത്ത് പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രതിസന്ധികളിൽ നമ്മൾ മനസ്സ് തളരാതെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. മൂല്യമളക്കാനാവാത്ത തരത്തിൽ കാലം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് പണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനതാണ്, പ്രതിസന്ധികൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുക, അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ട്. ചിലപ്പോൾ ലാഭനഷ്ടങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ ഈ ഒരു 10 വർഷത്തെ എൻ്റെ ഒരു ബിസിനസ് ജീവിതത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ഗ്രോത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എത്ര വിറ്റുവരവ് ഉണ്ടാവും കമ്പനിക്ക്? കോടികളുടെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെ. എന്തൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾ ന്യൂറോൺ കാർഡിയാക്ക്, ഹൃദയ സംബന്ധവും തലച്ചോറ് സംബന്ധമായിട്ടുള്ള സർജറികൾക്ക് ഉപയോഗിക്കുന്ന സർജറി ഇൻസ്ട്രുമെന്റ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പം നമുക്കൊരു പുതിയൊരു ടെക്നോളജിയാണ് കാർഡിയക് സർജറികളിൽ നമുക്ക് സ്റ്റേണം തുറന്നുകൊണ്ടാണല്ലോ ബൈപ്പാസ് സർജറികളും മറ്റ് സർജറികളും എല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ സ്റ്റേണം തുറക്കാതെ തന്നെ ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ റിബിന് സൈഡിലൂടെ ചെറിയ ദ്വാരം ഇട്ടുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു സംവിധാനമുണ്ട്. അത് സായിപ്പ് ഡെവലപ്പ് ചെയ്തതാണ്. അത് ഇവിടെ എല്ലാ കാർഡിയക് സർജൻസ് എല്ലാം ഇപ്പോൾ ആ ഒരു തലത്തിലേക്ക് മാറാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ പല കാരണം കൊണ്ടും അവർക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് വരുന്ന കോസ്റ്റാണ്, ആ ഇൻസ്ട്രുമെൻസുകളുടെ കോസ്റ്റും മറ്റുമൊക്കെ അതിനൊരു കാരണമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ താരതമ്യേന ഒരു 50% കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് MICS, മിനിമൽ ഇൻവേസീവ് കാർഡിയോതൊറാസിക് സർജറികൾ എല്ലാ സെൻറ്ററുകളിലും ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ സജീഷിൻ്റെ കമ്പനിയിൽ എത്ര പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഏകദേശം? ഞങ്ങൾ ന്യൂറോൺ കാർഡിയാക്കിൽ ഒരു 1500ഓളം പ്രൊഡക്ട്സുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 60ഓളം പ്രൊഡക്ട്സുകളാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മെയിൻലി ഈ ജർമ്മൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില മൈക്രോ ഇൻസ്ട്രുമെൻസുകളുണ്ട്. അതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഒത്തിരി ചിലവുകൾ വരുന്ന ഒന്നാണ്. ആശുപത്രികൾക്ക് ഭാരിച്ച ചിലവുകൾ ഉണ്ടാക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് ഈ 10-60ഓളം ഇൻസ്ട്രുമെൻസുകൾ. അവിടെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. അവിടെ ആശുപത്രികളിലെ ഭാരിച്ച ചിലവുകൾ കുറച്ചുകൊണ്ട് ആശുപത്രികൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരൻ ലഭിക്കണമെന്ന് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. കാരണം ഞാനും ഒരുപാട് ആശുപത്രി കേസുകൂടെ കടന്നു വന്നതാണ്. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയും കൂടെ ഞാനിതിനെ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാധാരണക്കാർക്കും കൂടി ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളത് ഡീൽ ചെയ്യുന്നത്? പലപ്പോഴും ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊരു അവാർഡ് ലഭിക്കുകയുണ്ടായി. കൈരളി ചാനലിൻ്റെ ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുണ്ട്. കേരളത്തിലെ മികച്ച ഒരു സംരംഭത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അദ്ദേഹം നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ വർഷം എനിക്കാണ് ലഭിച്ചത്. അപ്പോൾ ആ അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണക്കാരന് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കണം. ഞങ്ങൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആശുപത്രികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞതനുസരിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരന് ലഭിക്കണം എന്നുള്ളത് പറഞ്ഞു നോക്കുമ്പോൾ അതിനിടയിൽ ഒരുപാട് ആളുകൾ കുറിച്ചു. സജീഷ് നല്ല മനസ്സുകൊണ്ട് പറയുകയാണ്, സജീഷ് പകുതി വിലയ്ക്കല്ല, വെറുതെ കൊടുത്തു കഴിഞ്ഞാലും ആശുപത്രികൾ അറവ് തുടരുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അടി കുറിക്കുകയുണ്ടായി. അപ്പം ഞാനതിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ എൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ഈ എറണാകുളത്ത് തന്നെയുള്ളൊരു ആശുപത്രി മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഈ അടുത്തിടെ നമുക്ക് ഒരു സിനിമയിലൂടെ വളരെയധികം ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ്. അതേപോലെ വീണ്ടും ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ് ആ മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആശുപത്രി. സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ ആശുപത്രി 130 വർഷം പാരമ്പര്യമുള്ള ഒരു ആശുപത്രിയാണ്. അവരെന്നെ ശ്രദ്ധിക്കുകയുണ്ടായി. അവരവിടെ ക്യാൻസർ സർജറിയിൽ ഓങ്കോ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയൊരു ഡെവലപ്മെൻറ്റ്സിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് സാധാരണക്കാരന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എൻ്റെ സാമ്യ മനോഭാവമായിട്ട് എനിക്ക് തോന്നി.
അങ്ങനെ അവർ എന്നെ സമീപിക്കുകയുണ്ടായി. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ പറ്റുമോ, കോസ്റ്റ് കുറച്ചുകൊണ്ട് തരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്നെ പല ആശുപത്രികളും കോസ്റ്റ് കുറച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കിട്ടുമെന്നുള്ള അറിവോടെ എന്നെ സമീപിക്കാറ് പതിവുണ്ട്. എന്ന് വെച്ചാൽ എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഞാനൊരു നിർദ്ദേശം വെച്ചു, ഇനി മുതൽ എൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന കുറച്ച് പുവർ പേഷ്യൻസിന് നിങ്ങൾ ചികിത്സ കൊടുക്കണം. അത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ കൊടുക്കണം. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, എൻ്റെ മനസ്സിൻ്റെ, എനിക്ക് അൾട്ടിമേറ്റ്ലി ഞാൻ കുറേ ബില്യണർ ആവാമെന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരാളല്ലല്ലോ ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് ലഭിക്കണമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ സാമ്യ മനോഭാവത്തോടെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾ ഈ ആശുപത്രികളുടെ ഭാരിച്ച് ചിലവുണ്ടാക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് ഞങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. അതിലൊരു ഉൽപ്പന്നമാണ് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയും. നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിനെ കടത്തുന്ന ഒരു പ്രത്യേകതരം ടേബിളാണത്. പുറത്തൊന്നും കാണാൻ കഴിയില്ല. അത് തിയേറ്ററിനകത്താണ് അതുണ്ടാവുക. എന്ന് വെച്ചാൽ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഗതിയാണ്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് അനസ്തീഷ്യ കൊടുത്ത പേഷ്യൻറ്റിനെ തിരിക്കാനും മറയ്ക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം റിമോട്ടിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉള്ളത് തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള സംഗതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ഞങ്ങളുടെ കമ്പനിയിൽ വെച്ച് നടത്തുന്നുണ്ടായി. നമ്മുടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ആസ്ട്രോ ഗ്രൂപ്പിലെ ഡോക്ടർ അനൂപ് തോമസ്, ന്യൂറോ സർജറിയിലെ മേധാവിയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചടങ്ങിലേക്ക് ഈ ആശുപത്രിയുടെ അധികൃതർ മാത്രമല്ല, അതിൻ്റെ ഡയറക്ടർ ഫാദർ ലാൽജു പോളപ്പറമ്പിൽ അദ്ദേഹം വരികയുണ്ടായി. വന്നിട്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് ലോഞ്ച് നടത്തിയതിനേക്കാൾ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടാക്കിയതാണ് അദ്ദേഹം ഒരു കൺസെൻറ്റ് എനിക്ക് തന്നു, ഒരു സമ്മതപത്രം. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പകുതി വിലയ്ക്ക് തരികയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾക്ക്, പുവർ പേഷ്യൻസ്, ഞങ്ങൾ 50% കുറച്ചുകൊണ്ട്, നിങ്ങൾ എത്ര കുറയ്ക്കുന്നോ നിങ്ങൾ 50% കുറച്ച് ഞങ്ങളും 50% കുറയ്ക്കും. നിങ്ങൾ അന്വേഷിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെൻറ്റ് എഴുതി തന്നു. മാത്രമല്ല അർഹതപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് വരെ കൊടുക്കാൻ തയ്യാറാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് അവർ വരികയുണ്ടായി. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ അവാർഡ് ദാന ചടങ്ങിൻ്റെ അടിയിൽ പറഞ്ഞ ആ കാര്യം എൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു, ഇല്ലാണ്ട് പൈസ കിട്ടുന്നതിനെ കുറിച്ചല്ല ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെപ്പോലെ സാധാരണക്കാരൻ വിചാരിച്ചപ്പോൾ ഒരാശുപത്രിയെങ്കിലും അതിന് തയ്യാറായാലും അത് മറ്റുള്ള ആശുപത്രിക്ക് ഒരു മാതൃകയാണ്. ഇതുപോലുള്ള മറ്റുള്ള ആശുപത്രികളും ഇതുപോലെ ചെയ്യാൻ തയ്യാറാവുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ 50% അതിൽ കുറച്ചുകൂടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടെ ഞാൻ അതിൽ പറയുകയാണ്. മമ്മൂട്ടി അന്ന് ആ ചടങ്ങിൽ താങ്കളെ ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അദ്ദേഹത്തിനും മാർക്ക് കുറവുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അദ്ദേഹം എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രീ ഡിഗ്രി തോറ്റയാളാണെന്നുള്ളത് അന്ന് അവിടെ ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നത്. ജർമ്മൻ ടെക്നോളജി ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അധികം. അപ്പം അതിവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കേടാവുന്ന സമയത്ത് ഇത് നമ്മൾ എങ്ങനെയാണ് അത് ഹോസ്പിറ്റലുകാർ പിന്നെ അത് ശരിയാക്കി എടുക്കുന്നത്? ഈ ജർമ്മൻ ടെക്നോളജികളെ ആശ്രയിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ സർവീസ് വന്നു കഴിഞ്ഞാൽ അത് അതാത് രാജ്യങ്ങളിലേക്ക് പോയി വരാൻ ഒരുപാട് സമയതാമസം എടുക്കും. ആ സമയങ്ങളിലൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു എമർജൻസി സർജറി മറ്റാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കുന്നത്. ഈ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ സംഭവം അതിന് വേണ്ടിയിട്ട് ആണോ നിങ്ങൾ തുടങ്ങുന്നത്? അതെ, ഈ റിസർച്ച് സെന്റർ കൊണ്ട് ഞാൻ KV സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഒരു കമ്പനിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്തിടെയാണ് ഞങ്ങളൊരു റിസർച്ചും കൂടെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം റിസർച്ചുകൾ നടത്തുന്ന സായിപ്പാണ്. സായിപ്പിനെ നമ്മൾ കോപ്പി അടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇനി സായിപ്പിൻ്റെ പണി നമുക്ക് ചെയ്യാച്ചിട്ടാണ്. ഇനി വേണമെങ്കിൽ സായിപ്പ് കോപ്പി അടിച്ചോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഈ MICS എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള പല ഇൻസ്ട്രുമെൻസുകൾ ഞങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ അവർ കണ്ടുപിടിച്ചതിലും ഒരുപാട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് ഡോക്ടേഴ്സ് ഇപ്പോൾ സംതൃപ്തരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ റിസർച്ച് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. ഇങ്ങനെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വളരെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇത് എങ്ങനെയാണ് സജീഷ് ഇതിനെപ്പറ്റി പഠിക്കുന്നതും ഇത് ഓരോന്നും നിർമ്മിക്കുന്നതും അതിൻ്റെ പുറകെ നടക്കുന്ന എഫർട്ടും ഒക്കെ എങ്ങനെയാണ്? ഞാൻ കൂടുതലും എനിക്കിതിനെക്കുറിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ കാരണം എന്നെ ഡോക്ടേഴ്സ് കൂടെ നിർത്താറുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ ഏതാണ്ടൊരു 800-ിലധികം സർജറികൾക്ക് ഞാൻ കൂടെ ലൈവ് സർജറികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് കാണുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാമല്ലോ എന്നുള്ള എൻ്റെ മനസ്സിലെ ഒരു സങ്കല്പമാണ് ഞാൻ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഈ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോഴാണ് അവരൊരു വാവ് എന്നുള്ളൊരു ഫീൽ
അവരുടെ ആ ഒരു വാവാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മളതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റാറ് പതിവ്. ഇപ്പോൾ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു വളർച്ച അതെങ്ങനെയായിരുന്നു? അത് ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് തുടങ്ങിയ കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പട്ടിണി മാറണം എന്നുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച അവാർഡ്, മമ്മൂക്കയുടെ അവാർഡ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൻ്റെ ഞാൻ യൂത്ത് ഐക്കണോടെയാണ് യുവജന കമ്മീഷൻ്റെ സിനിമയിൽ ബേസിൽ ജോസഫും വ്യവസായത്തിൽ ഞാനും ഉൾപ്പെടെ 6ഓളം വ്യത്യസ്ത മേഖലയിലവർക്ക് സർക്കാർ റെക്കഗ്നേഷൻ കൊടുക്കേണ്ടായി. അപ്പോൾ ഈ 2 അവാർഡുകൾ എനിക്ക് ഒരുപാട് അവസരങ്ങളെ കൊണ്ടുവന്നു തന്നു. എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഇത് ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെയാണ് എനിക്ക് വിദേശത്തൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് US ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ ഒരു ബിസിനസ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഖത്തറുമായിട്ട് ഞങ്ങളൊരു ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ഡിസ്കഷനിലാണ്. ഞങ്ങളൊരു മെയ്ഡ് ഇൻ ഖത്തർ എന്നുള്ളൊരു ആശയത്തെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. സജീഷിന് മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട്? ഇപ്പം ഞങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങൾക്ക് 60ഓളം ആളുകളുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു 400ഓളം ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയുടെ ചെയർമാനാണ് താങ്കൾ, എന്നിട്ടും വളരെ സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നു. ആളുകൾ ഇപ്പം നമ്മൾ ഇടപെടുന്ന ആളുകളുടെയും കൂടി ആയിരിക്കും ഈ ആതുര സേവന രംഗത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. ഇപ്പോൾ ഒരുപാട് രോഗികളെല്ലാം വന്നിട്ട് അവർക്ക് സഹായം അഭ്യർത്ഥിക്കൽ, അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ, പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു ഇൻറ്റീരിയറിലാണ് ഞാനുള്ളത്. അപ്പോൾ അവരൊക്കെ വിചാരം ഞാൻ വലിയ സംഭവമാണ്, ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവുള്ള ആളാണെന്നുള്ളതാണ് അവരൊക്കെ ധാരണ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് ആദ്യം എന്നെ വിളിക്കും. സജീഷേ, ഇങ്ങനെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് നമുക്ക് മികച്ച ചികിത്സ കിട്ടുക, നീ കേരളത്തിലെല്ലാം ഓടി നടക്കുന്ന ആളല്ലേ, ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒത്തിരി ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെയാണ് ഞങ്ങൾ. ഇപ്പം ഞാൻ മഞ്ഞുമലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മഞ്ഞുമൽ ആശുപത്രി എനിക്കൊരു കൺസെൻറ്റ് എഴുതി ഒപ്പിട്ട് തന്നുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതില്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയും, ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഇതേപോലുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. എക്സ്പെഷ്യലി ക്യാൻസർ ബാധിച്ച് ചികിത്സ നടത്താൻ പറ്റാതെ പണമില്ലാണ്ട് പാടുപെടുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഞങ്ങൾ അവരെയൊക്കെ പാടെ ചേർത്ത് വിളിച്ചിട്ട് ഞങ്ങളിവിടെ ഒരു ക്യാമ്പ് നടത്തുകയാണ്. ഈ ക്യാമ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ കൊണ്ടുവന്നിട്ട് അവിടെ അതിനെ ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി തിരിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുകയാണ് വെച്ചോ. എന്നാലാണ് അതത് സമ്പൂർണ്ണമാവുള്ളൂ. ഇല്ലാതെ അവർ നമുക്ക് എഴുതി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ KV സർജിക്കൽ അത് പൊക്കി പിടിച്ചാണെന്നുകൊണ്ട് കാര്യമില്ലോ, അത് ചെയ്ത് കാണിക്കും കൂടെ വേണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ക്യാമ്പും കൂടെ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. അത് പാലക്കാട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഒരു ക്യാമ്പ് ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിലൂടെ ഞങ്ങൾ പാവപ്പെട്ട രോഗികളെ കണ്ടെത്തി അവർക്ക് മികച്ച ചികിത്സ ഇതുപോലുള്ള സെൻ്ററുകളിൽ കൊണ്ടുപോയി ചെയ്യിച്ച് തിരിച്ചവരെ പൂർണ്ണ ആരോഗ്യവതികളുമായിട്ട് വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പകാലത്ത് പട്ടിണി കൊണ്ട് അമ്മ മരിക്കാൻ പോയ ഒരു സംഭവത്തെ പറ്റി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ഇതുപോലെ വീടും നാടും ഒക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു മകനായിട്ട് അവർ കാണുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫീല് അവരെന്താണ് ഇപ്പം എങ്ങനെയാണ് അവരുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ? അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അൾട്ടിമേറ്റ്ലി ഒരു സമയത്ത് അങ്ങനെ എൻ്റെ അമ്മ അന്ന് ഞങ്ങൾക്കൊന്നും ഓർമ്മ വെച്ചിട്ടില്ല, എനിക്ക് എൻ്റെ പെങ്ങൾക്കൊന്നും ഓർമ്മ വെച്ചിട്ടില്ല. ഓർമ്മ വയ്ക്കാത്ത കാലത്തുണ്ടായ കഥകൾ എൻ്റെ അമ്മ പറഞ്ഞ അറിവാണ്. അതാണ് ഞാനത് അന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം കുറേ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട അനുഭവമുണ്ട്, ഒരുപാട് പാടുപെട്ട് വന്ന കഥകളൊക്കെ. അപ്പോൾ ഇപ്പം അമ്മ പറയും, അന്ന് ഞാനങ്ങനെ ചിന്തിക്കുക പോലും പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഒരു വാടക വീട്ടിലോട്ട് പോയ കഥ ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ പച്ച പിടിച്ചപ്പോൾ എനിക്കന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടായിരുന്നത് എറണാകുളം മെട്രോ സിറ്റിയിലായിരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കുടുംബമായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വാടകയ്ക്ക് വന്നത് കൂടുതൽ സൗകര്യങ്ങൾ നോക്കി വന്നവരല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് മുഴുവനും
അവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങൾ വിറ്റു പോകുന്ന സ്ഥലമുണ്ടല്ലോ, ഈ പറഞ്ഞ 110 കുടുംബങ്ങളുള്ള ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മുഴുവനും. വാടക വീട്ടിൽ ശരീരമാണെങ്കിലും മനസ്സ് മുഴുവനും അവർക്ക് അവിടെയാണ്. അപ്പോൾ ഞാൻ അന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ചില സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിലേക്ക് വരാൻ വൈകും. അപ്പോൾ എന്താ വെച്ചാൽ വൈകിയെന്ന് വെച്ചാൽ അച്ഛൻ പറയും ഞാൻ പാറയിലായിരുന്നു പറയും, വെച്ചാൽ ഗണപതി പാറ, ഞാൻ ജനിച്ചു വന്ന സ്ഥലമാണ്, പാറയിലായിരുന്നു പറയും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്കിലും കഴിയുന്നൊരു കാലം വരികയാണ് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മേനെയും അവർക്ക് പ്രിയപ്പെട്ടവരായ അവരുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടു ചെന്നിട്ട് അവിടെ സന്തോഷമായിട്ട് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരിച്ച് അവരെ തിരിച്ച് ആ നാട്ടിൽ തന്നെ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു. ഞാൻ അവിടെയാണ് ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉള്ളത്, അവർക്ക് പ്രിയപ്പെട്ടവരുടെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് കൊണ്ടുവന്നെത്താൻ മകൻ ആയല്ലോ എന്നെ അവരിങ്ങനെ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ഞാൻ ഒരു നിർബന്ധം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചട്ടിയും കലം പെറുക്കി പോയവനാണല്ലോ, അതേ ചട്ടിയും കലം പെറുക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് ദൈവം സാധിച്ചു തന്നു. അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട്, മാത്രമല്ല ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടെ ഒരുക്കിക്കൊണ്ടാണ് എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. ആ ഒരു സന്തോഷം കൂടെ നമുക്ക് ചെറുതല്ല. വൈഫും കുട്ടികളും ഉണ്ട്. അതെ അതെ. എത്ര മക്കളാ? എനിക്ക് 3 മക്കളാണ്. ഞാൻ 23 വയസ്സിൽ കല്യാണം കഴിച്ചു. 3 മക്കള്. മൂത്ത ആള് 12 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് 4 വയസ്സ്. 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയാണ്. സജീഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ സജീഷിൻ്റെ സ്ഥാപനത്തെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതൊരു ചെറിയൊരു കാര്യമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് മൊത്തം അറിയുന്ന, ലോകം മൊത്തം അറിയുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടൊന്ന് പറയൂ. അത് ഒരു മാതൃകയായിട്ടാണ് സർക്കാർ എടുത്തു പറയുന്നത്. ഒരു സംരംഭം, എന്നെപ്പോലെ സാധാരണക്കാരൻ ഒരു സംരംഭം തുടങ്ങിയിട്ട് അത് കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ ഒരു മാതൃകാ സംരംഭമായിട്ട് എടുത്തു പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ വേണ്ടത്? പൊതുവേ നമ്മളിവിടെ പറയാറുണ്ടല്ലോ, ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷമല്ല എന്നുള്ള തരത്തിലൊക്കെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു യൂണിറ്റ്, ഞങ്ങളുടെ മെഷീൻസും കാര്യങ്ങളൊക്കെ പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരുള്ള യൂണിറ്റാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത മാസം ഞങ്ങളുടെ ഇനോഗ്രേഷനും കൂടെയാണ്. ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാന്, ഞങ്ങളുടെ പുതിയൊരു പ്ലാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ കോയമ്പത്തൂർ മാത്രമാണ് മെഷീൻസൊക്കെ കുറച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെയാണ്. അത് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്നത് പലരും എൻ്റെ അടുത്ത് നെറ്റി വിളിച്ച് ചോദിക്കാറുണ്ട്, കേരളത്തിലോട്ടോ, ഇവിടേക്കാണോ നീ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറ് അതിന് പറ്റുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വ്യവസായ മന്ത്രി രാജീവ് മിനിസ്റ്റർ എടുത്തെടുത്ത് പല വേദികളും പറയാറുണ്ട്, ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷമല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു 10 വർഷം മുമ്പ് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സജീഷ് ഇവിടെ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനായത്? ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു തർക്കവുമില്ല, ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും വേണ്ടത് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ അറിയാം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. അപ്പോൾ പലർക്കും ബിസിനസ് എന്നുള്ളൊരു ആശയം വരും. ബിസിനസ് എന്നുള്ളൊരു ആശയം വന്നിട്ട് പലരും അത് ചെയ്യും. അത് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളും പരാജയപ്പെടും. ഈ പരാജയപ്പെട്ട ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നാട്ടുകാർ ശരിയല്ല, വീട്ടുകാർ ശരിയല്ല, സർക്കാർ ശരിയല്ല, അവനവൻ്റെ കുറ്റമായിട്ട് ഏറ്റെടുക്കില്ല. അങ്ങനെയാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് ആണല്ലോ ഇവിടെ കേൾക്കുന്നത്. ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനെ പറ്റിയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിജയിച്ച ആളുകളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ വിജയിച്ചു ചോദിച്ചാൽ. വിജയിക്കാൻ പ്രത്യേകിച്ച് എളുപ്പവഴികളൊന്നുമില്ല. വിജയിക്കുന്നത് വരെ അത് ചെയ്യുക എന്ന് മാത്രമാണ് അതിന് വഴിയുള്ളൂ. അപ്പോൾ വിജയിക്കുന്നത് വരെ അത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് ഞാൻ ഇത്ര നാളുകൾ ഞാനത് പരീക്ഷിക്കും, അതിനുശേഷം ഞാൻ ഉപേക്ഷിക്കും, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അതോ അത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോളൂ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും ആർക്കും ഒരു മോശം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ റിജക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അയ്യോ അത് നിർത്തേണ്ടി വരുമോ, ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല എന്നുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിനെ നമ്മൾ വീണ്ടും മികച്ചതാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഇന്നും പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. പലതും നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴായിരിക്കും അത് മികച്ചതാവുക.
അത് പല ഉൽപ്പന്നങ്ങളും ഇന്നും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മുടെ കേരളത്തിലെ ഡോക്ടേഴ്സ്, പ്രശസ്തരായ പല ഡോക്ടേഴ്സും നിങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അവരൊക്കെ ഏതൊക്കെ ഡോക്ടേഴ്സാണ് അതൊക്കെ പറയാൻ പറ്റുമോ? പ്രമുഖരായിട്ടുള്ള ഒട്ടുമിക്ക ഡോക്ടേഴ്സും, ഇവിടെയുള്ള കാർഡിയാക് സർജൻസ്, ന്യൂറോ സർജൻസ്, ഒട്ടുമിക്ക എല്ലാ ഡോക്ടേഴ്സും എന്നെ അറിയുന്നവരാണ്, എന്നെ ചേർത്ത് പിടിക്കുന്നവരാണ്, എൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ സംതൃപ്തിയോടെ ഉപയോഗിക്കുന്നവരാണ്. ഒട്ടുമിക്ക എല്ലാവരും, പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സുകളുടെ പേര് പറയേണ്ടത് ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പദ്ധതികളൊക്കെ? അടുത്ത പദ്ധതി, ഞാനിപ്പോൾ ഭയങ്കര സംതൃപ്തനാണ്. ഇത് ഇത്രയൊന്നും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് എനിക്ക് ദൈവം തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ എനിക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, എൻ്റെ അടുത്ത ആളുകളുടെ അടുത്തൊക്കെ പറയാറുണ്ട്. കാരണം ഞാനിപ്പം തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് പോകണം നിർബന്ധമില്ല. ലളിതമായിട്ട് ജീവിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മേനെയും വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കാനും എൻ്റെ കൊച്ചുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ലളിതമായിട്ട് ജീവിക്കുകയാണ് ചേട്ടോ. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പെരിയപ്പുറം സാറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെരിയപ്പുറം സാർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, സജീഷിന് ഈ ഒരു കോൺഫിഡൻസ് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സജീഷിന് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ സജീഷ് ഇത് തുടരുകയാണ് വെച്ചാൽ ഇതേപോലെ തന്നെ സജീഷിൻ്റെ വീട്ടിലെ, സജീഷിൻ്റെ അച്ഛനമ്മയെ പോലെ തന്നെ, സജീഷിൻ്റെ കുട്ടികളെ പോലെ തന്നെ ഉള്ള ഒരുപാട് അച്ഛനമ്മമാരും കുട്ടികളും ഉണ്ട്. അവർക്ക് ഒരു സംരക്ഷണം നൽകാൻ പറ്റുന്ന തരത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് സജീഷിന് തൊഴിൽ കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതല്ലേ സജീഷ് ഏറ്റവും വലിയ നന്മ. സജീഷ് തുടരുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും എനിക്ക് അദ്ദേഹം ഒരു ഉപദേശം തന്നു. അടുത്തൊരു എക്സ്പാൻഷൻ പ്ലാനിലേക്ക് നമ്മൾ കടക്കാനുള്ള കാരണം തന്നെ അതാണ്. ഇത്രയധികം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ഭാവിയിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവണം, അത് മറ്റുള്ളവർക്കും കൂടെ പഠിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ അടുത്ത മാസം ഇനോഗ്രേഷൻ ആവുന്ന ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റ് ഒരു എക്സ്പാൻഷനാണ്, ഒരു ഗ്ലോബൽ എക്സ്പാൻഷനാണ്. ഗ്ലോബലി ഞങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള മോഡേൺ ടെക്നോളജികൾ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു പരമ്പരാഗത രീതിയിലാണ് ചെയ്തു വരുന്നത്. പരമ്പരാഗത രീതിയിൽ ചെയ്തു വരാൻ ഇന്നത്തെ കാലത്ത് പുതിയ ആളുകൾ തയ്യാറല്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് സർജറി ഇൻസ്ട്രുമെൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു കോഴ്സാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ആയി തീരുകയാണ്. നമുക്കിവിടെ ഈ IT പോളിയൊക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ, ഈ IT പോളിയൊക്കെ പഠിച്ച അവർക്കൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന അവരെയാണ്. അവർക്കൊരു വർണിയർ പിടിക്കാനും അതുപോലെ തന്നെ ഒരു മെറ്റലിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് നോളജ് അവർക്കുണ്ടായിരിക്കും. അത്തരം ആളുകളെ ഞങ്ങൾ ഇത് ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ്, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സർജറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കോഴ്സ്. സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ്, ഒരു 1 ഇയർ കോഴ്സാണ്. അതിൻ്റെ സിലബസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ബാച്ചിൽ നമ്മളൊരു 100 പേരെയാണ് എടുക്കുന്നത്. ഈ 100 പേരെ എടുത്ത് നമ്മൾ അതിൽ ഇയർ എൻഡിൽ അവർ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തിട്ട് അതിലെ മിടുക്കരായ ആളുകളെ അവർക്ക് സ്വദേശത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൽ അവർക്ക് തൊഴിലവസരം നമ്മൾ സൃഷ്ടിക്കും. അല്ലാത്തവർക്ക് വിദേശത്ത് ജോലി ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഖത്തറിലൊരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റിലേക്ക് മിടുക്കരായ ആളുകളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ചുമതലപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ആയിട്ടാണ് ഇത് മാറാൻ വേണ്ടി പോകുന്നത്. അതൊരു ഗുഡ് ഐഡിയ ആണ്. താങ്ക് യു. അപ്പം ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പാസ്സായില്ല എന്നൊരു വിഷമമുണ്ട്. അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് പഠിച്ചെടുക്കണം എന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, പിന്നീട് ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറേ അധികം ആളുകൾക്ക് അധ്യാപകനാകാൻ പോവുകയാണ് താങ്കൾ. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പല കോളേജുകൾ, MBA കോളേജുകളുമൊക്കെ എന്നെ വിളിക്കാറുണ്ട്. സജീഷിൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ചറിയാനുണ്ട് അത്ര എന്നൊക്കെയാണ് അവർ പറയുക. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം 10ാം ക്ലാസ്സിന് മുകളിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഒരു +1 പഠിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം അവൻ അല്ലെങ്കിൽ അവൾ എന്നേക്കാൾ പഠിച്ചവനാണ്. ആയതുകൊണ്ട് എനിക്ക് അത്രയും ബഹുമാനമാണ് അവരുടെ അടുത്ത്. അപ്പോൾ അതിന് മുകളിലൊക്കെ പഠിക്കുന്ന വലിയ വലിയ കോളേജുകളിൽ, ഇപ്പോൾ MBA എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കോളേജുകളിലൊക്കെ എന്നെ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് വിജയിക്കും, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടും എന്നുള്ളതൊക്കെ മുൻകൂട്ടി പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഭാഗ്യം കിട്ടുന്ന ആ സ്ഥലത്ത്, ആ കോളേജിനകത്തളത്തൊന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടുമ്പോൾ
ഞാൻ പരമാവധി അതിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ്, ഇപ്പം അടുത്തിടെയായിട്ടാണ് ഞാൻ കോളേജിനൊക്കെ അകത്തളം കാണുന്നത് തന്നെ. എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആണത്, വളരെ സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ പെരിയവറം സാറ് പറഞ്ഞതുപോലെ കണ്ടിന്യൂ ചെയ്യുക, ഒരിക്കലും പിന്നോട്ട് പോകാതെ കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനിയും ഒരുപാട് പ്രോജക്റ്റുകളും കാര്യങ്ങളുമായിട്ട് സജീഷിനെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.